ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് കിട്ടും. ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി എക്സാഗ്രേറ്റ് ചെയ്തോ അങ്ങനത്തെ ഒരു ഓവർ ദ ടോപ്പോ അല്ലെങ്കിൽ ഒറ്റ പാട്ടില്ല സിനിമയ്ക്കകത്ത്. ത്രില്ലർ എലമെന്റ്സ് ഒരുപാട് ഒന്നുമില്ല. ടോട്ടലി പറയുകയാണെങ്കിൽ കൊള്ളാം ബ്രോ. ഓവർ ഹൈപ്പ് ഒന്നും അടിച്ച് പോകേണ്ട ഒരു കാര്യമില്ല. ഓവർ ഹൈപ്പ് അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ജസ്റ്റ് പോയിരുന്ന് കാണാം. ഒരു 2 ടൈം വാച്ചൊക്കെയാണ്. ഒരു കിഷ്കിന്ദ കണ്ട ആ ഒരു ടച്ചിൽ പോകുന്ന ഒരു പടമാണ്. BGM വൈസ് ആണെങ്കിലും ആ ടച്ചിൽ പോകുന്ന പടമാണ്. സ്റ്റോറി ലൈൻ കൊള്ളാം. ഒരു നമ്മൾ അധികം കാണാത്തൊരു സ്റ്റോറി ലൈൻ. ഓവറോൾ സെറ്റാണ് ബ്രോ. എക്കോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? നല്ല പടമാണ്. അതിനോട് കിഷ്കിന്ദ കാണുന്ന പോലെ സ്ലോ പേസിലായിട്ട് പോകുന്ന സ്ലോ പേസ് നല്ല പടം. ക്ലൈമാക്സ് ആണ്, നല്ല ക്ലൈമാക്സ് ആണ്, സൂപ്പറാണ്. നല്ല എൻഗേജിങ് ആണോ? എൻഗേജിങ് ആണ്. കൊള്ളായിരുന്നു. മൊത്തത്തിൽ നല്ല പടമാണ്. കിഷ്കിന്ദാകാന്ഡം പോലെ തന്നെ ഒരു മിസ്റ്ററി ത്രില്ലർ പടമാണ്. പിന്നെ ത്രില്ലർ എലമെന്റ്സ് ഒരുപാട് ഒന്നുമില്ല. എന്നാലും ഇൻട്രോൾ ബ്ലോക്കിൽ പിന്നെ ഫൈനൽ ക്ലൈമാക്സിലൊക്കെ നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. മൊത്തത്തിലുള്ള മൂഡ് പടത്തിൻ്റെ അത് നല്ലതാണ്. ക്ലൈമാക്സ് നമ്മൾ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ഒക്കെ ഉണ്ടോ? അല്ല, ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ഒന്നല്ല. ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് ഏറ്റവും അവസാനമാകുമ്പോൾ എത്താൻ പറ്റുമോ? നല്ലതായിരുന്നു. റൈറ്റിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് കിട്ടും. പിന്നെ BGM, സിനിമാറ്റോഗ്രാഫി എല്ലാം നൈസായിരുന്നു. ഒരു ഭയങ്കര മിസ്റ്ററി ആണോ? മിസ്റ്ററി ത്രില്ലർ പോലെയാണ് പോണത്. ഫസ്റ്റ് ഹാഫിൽ ബേസ് ബിൽഡ് ചെയ്യുമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ റിവീലും കാര്യങ്ങളും. ത്രൂ ഔട്ട് ദി മൂവി നന്നായിട്ട് ക്യാച്ച് ചെയ്യാണ്. അതായത് നമുക്ക് ഒരു സെക്കൻഡിൽ പോലും ബോറടിക്കില്ല. ആൻഡ് ഒരു ജനറൽ ഐക്യ വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ബിയോണ്ട് ആയിട്ടുള്ളൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ വളരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് അങ്ങനെ തുടങ്ങി, പക്ഷേ ചില അടുത്തൊക്കെ വരുന്ന റിവീലിംഗ് ആവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ്, ഒരു ഫീൽ ചെയ്യാത്തൊരു പോലെ എനിക്ക് തോന്നി. പക്ഷേ എന്നിരുന്നാലും ആ ഒരു സിനിമയുടെ ഒരു റെസിച്ചർഡ് പൊട്ടാതെ തന്നെ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവസാനം ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഹൈ മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമ നടത്തിയിരിക്കുന്നത്. വളരെ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി എക്സാഗ്രേറ്റ് ചെയ്തോ അങ്ങനത്തെ ഒരു ഓവർ ദ ടോപ്പോ അല്ലെങ്കിൽ ഒറ്റ പാട്ടില്ല സിനിമയ്ക്കകത്ത്. അങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അതേപോലെ ത്രില്ലറാണ്. സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയാണോ? സ്റ്റോറി വൈസ് എല്ലാം അടിപൊളിയാണ്. സിനിമ മൊത്തത്തിൽ നല്ലതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. പുതിയൊരു കോൺസെപ്റ്റ് ആണ് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത കോൺസെപ്റ്റ് ആണ്. കിഷ്കിന്ദാകാന്ഡം അതൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ഒരു വെറൈറ്റി ആണ്, മൊത്തത്തിൽ വെറൈറ്റി ആണ്. ക്ലൈമാക്സ് വരുമ്പോൾ നമുക്ക് വാവ് ഫാക്ടർ ആയിട്ട് തോന്നാൻ വേണ്ടി ക്ലൈമാക്സ് അവസാനം വരെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്.